അൽ ഹദീസു സാബിഉ ഏഴാമത്തെ ഹദീസ്. റുവീന നമുക്ക് റിപ്പോർട്ട് ചെയ്തതായി കിട്ടി. ഈ സ്വഹീഹൈനി ബുഖാരി മുസ്ലിമിൽ ഉണ്ട്. അയ്ദൻ വീണ്ടും മുമ്പ് പറഞ്ഞ ഹദീസ് പോലെ തന്നെ ആലത്തൊട്ട് അൻ സഹീൽ ബിൻ സഈദ് സാഇദി റളിയല്ലാഹു അൻഹു മഹാനവർകളെ തൊട്ട് ഖാല സഹീൽ എന്നവർ പറയുന്നു മറ റജുലുൻ ഒരാൾ ഇങ്ങനെ നടന്നുപോയി ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിന്റെ അരികിൽ കൂടെ ഇങ്ങനെ പോയി. ഫഖാല ലിറജുലിൻ ജാലിസിൻ ഇൻദഹു നബിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരാൾ ഒരു സഹാബി ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ റഅയുക ഫീ ഹാദാ ഈ പോയ ആളെ പറ്റി നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. നമ്മളങ്ങനെ സാധാരണ ചോദിക്കുവാണെങ്കിൽ ആൾക്കാർ പോകുമ്പോൾ എന്താ അഭിപ്രായം. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നു ഈ പോകുന്ന ആളെ പറ്റി എന്താ നിന്റെ അഭിപ്രായം ചോദിച്ചു. ഫഖാല അപ്പോ നബിന്റെ അടുത്തിരിക്കുന്ന ആള് മറുപടി കൊടുത്തത് റജുലുൻ മിൻ അശ്റാഫിൻ നാസി ജനകൂട്ടത്തിൽ ഉന്നതിയുള്ള നല്ലൊരു തറവാട്ടുകാരാണ് ഇയാള്. ഹാദ ഇദ്ദേഹം വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്ത് പറയാണ് ഹരിയുൻ ഇൻ ഖതബ അൻ യൻകിഹ ഇയാള് വിവാഹാലോചന നടത്തിയാൽ കല്യാണം കഴിക്കാൻ ബാധ്യസ്ഥനാണ്, ബന്ധപ്പെട്ടവനാണ്. വൈൻ ഷഫഅ അയാൾ ശുപാർശ നടത്തുകയാണെങ്കിൽ അൻ യുശഫഅ അയാളെ ശുപാർശ സ്വീകരിക്കപ്പെടും. അതിന് പറ്റുന്ന ഒരാളാണ്, അത്രയും ഉന്നതിയുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി അതിന് മറുപടി ഒന്നും കൊടുത്തില്ല, മൗനത്തിലിരുന്നു. സുമ്മ മറ റജുലുൻ ആഖറു അപ്പോൾ അതാ പിന്നെ വേറൊരാൾ വരുന്നു, അയാളിങ്ങനെ പോകുന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ആരെ കൂടെ ഇരിക്കുന്ന ആളോട്, മാ റഅയുക ഫീ ഹാദാ ഇപ്പൊ ഇതിൽ പോയ ആളുണ്ട്, രണ്ടാമത് പോയ ആള്, ഇദ്ദേഹത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് ചോദിച്ചു. ഫഖാല അപ്പൊ അയാൾ പറയാണ് യാ റസൂലുള്ളാഹി നബി ഹാദാ റജുലുൻ ഇയാള് ഒരു പുരുഷനാണ്, ഫുഖറാഇൽ മുസ്ലിമീന മുസ്ലിമപ്പെട്ടതായ സാധുവായ ഒരാളാണ്. ഹാദാ ഇദ്ദേഹം ഹരിയുൻ ഇൻ ഖതബ അല്ലാ യൻകിഹ ഇയാള് വിവാഹാലോചന നടത്തിയാൽ അത് കല്യാണം കഴിക്കാതിരിക്കലാണ്, അല്ല ആരും അംഗീകരിക്കൂല, പെണ്ണൊന്നും കൊടുക്കൂലാണ്. വൈൻ ഷഫഅ അല്ലാ യുശഫഅ ഇയാള് വല്ല ശുപാർശ സഹായം ചെയ്താൽ തന്നെ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. വൈൻ ഖാല അദ്ദേഹം പറഞ്ഞാലോ ലാ യുസ്മഉ ബിഖൗലി അദ്ദേഹത്തിന്റെ വാക്കാർ കേൾക്കൂല. ഇങ്ങനത്തെ ഒരു സാധുവായ മനുഷ്യനാണ് ഇദ്ദേഹം. മറ്റേ നല്ല ഉയർന്ന ഒരാളാണ്, അയാൾ എന്ത് പറഞ്ഞു കേൾക്കാനും തയ്യാറാണ്, വിവാഹാലോചന നടത്തിയ കല്യാണം കഴിച്ചെടുക്കാൻ തയ്യാറാണ്, ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ രണ്ടാളെ അഭിപ്രായവും ഇദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി വെച്ചു. അപ്പൊ ഇയാൾ കണ്ടൊരു കാഴ്ചപ്പാടും നബി അതിന് പറഞ്ഞ് മനസ്സിലാക്കി പോകുന്ന കാഴ്ചപ്പാടും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി ഹാദാ ഇപ്പൊ ഈ പോയ ആളുണ്ടല്ലോ ഖൈറുൻ ഇയാളാണ് ഉന്നതൻ മിൻ മിൽഇൽ അർളി ഭൂമി നിറയുന്നതിനേക്കാൾ ആരെക്കൊണ്ട് മിസ്ലു ഹാദാ ഇദ്ദേഹത്തെ കൊണ്ട് നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ പോയി. അപ്പൊ അയാളെ പോലത്തെ ആൾക്കാർ ഈ ഭൂമി നിറഞ്ഞുണ്ടാവുന്നതിനേക്കാൾ ഗുണകരം ഈ സാധുവായ മനുഷ്യനാവുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ ആരാണ്? സമ്പന്നന്മാർ എന്നല്ല, അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സാധുക്കൾ തന്നെയാണ്. സമ്പത്ത് കൊടുത്തോട് സമ്പത്ത് ഉള്ള ഇഷ്ടമല്ലായതിന് അർത്ഥമൊന്നും വെക്കണ്ട. അവരെക്കാൾ കൂടുതൽ സ്നേഹവും സന്തോഷം ആർക്കാണ്? ഈ സാധുവായ മനുഷ്യന്മാർക്കാണ് എന്നാണ്. അൻഷതമാകും അതിനെ ആസ്പദപ്പെടുത്തി ചില പണ്ഡിതർ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, കവിതക്കാർ. ലഅംറുക മൽ ഇൻസാനു ഇല്ല ബിനുദീനിഹി ഫലാ തതുർഖി തഖ്വാ ഇത്തികാലൻ അലൻ നസബി. ലഅംറുക നിന്റെ ആയുസ്, നിന്റെ ജീവിതം, നിന്റെ നിലനിൽപ്പ് തന്നെയാണ് സത്യം. മൽ ഇൻസാനു മനുഷ്യനെ അല്ല, ഇല്ല ബിന ദീനിഹി ദീനിന്റെ മകനായിട്ട് ആരുണ്ടോ അവൻ മാത്രമേ മനുഷ്യനുള്ളൂ. ദീനി ചുറ്റി നടക്കുന്ന മനുഷ്യനാരോ അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫലാ തതുർഖി തഖ്വാ നീ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം, പേടി അത് നീ ഉപേക്ഷിക്കണ്ട, കളയണ്ട. ഇത്തിക്കാൻ അലൻ നസബി തറവാടിത്തത്തിന്റെ മേലിൽ ചാരണം കൊണ്ട് ഞാൻ വലിയ തറവാട്ടുകാരനാണ്, ഉയർന്നവനാണ്, എന്റെ തറവാട് കൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊന്നും ചാരി നിന്നുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് തഖ്വ കളയണ്ട, പേടിച്ചോ, ധീരിയായി ജീവിച്ചോ, അതേ ഉയർച്ചയുള്ളൂ.
ലഖദ് റവഅൽ ഇസ്ലാമു സൽമാന ഫാരിസിൻ വഖദ് വളഅ അശ്ശിർകുൽ ലസീബു അബാ ലഹബി. ലഖദ് റഫഅൽ ഇസ്ലാം, ഇസ്ലാം വളരെ ഉയർത്തി. സൽമാൻ ഫാരിസ് എന്നവരെ മൂപ്പര് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എത്ര സ്ഥാനമാണ് ആ മഹാനവറുകൾക്ക് ഇസ്ലാം നൽകിയത്? അത് ദീന് കൊണ്ട് കിട്ടിയതാണ്. വഖദ് വളഅ അശ്ശിർകുൽ ഹസീബു അബാ ലഹബിൻ. നല്ല ഉയർന്ന തറവാട്ടുകാരായി ബഹുദൈവാരാധകരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉയർന്ന ശിർക്ക് തന്നെ അബൂലഹബിനെ പോലത്തെ ഉയർന്ന ഗോത്രക്കാരെ താഴ്ത്തിയിട്ടുമുണ്ട്. അപ്പൊ ഉയർന്നവരെ താഴ്ത്താൻ പറ്റുന്ന ഒന്നാണ് തറവാടിത്തം കൊണ്ട് താഴ്ത്തിവിട്ടതാണ് ശിർക്ക് എന്ന സാധനം. എത്ര ഉന്നതരായാലും എത്ര പാവപ്പെട്ടവരായാലും സാധുക്കളാണെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന അവർക്ക് സ്ഥാനമുണ്ട്. അൻസദ ആഖറു, വേറെ ഒരാൾ പാടിയിട്ടുണ്ട്. വക്കീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹു അലിയും കറമല്ലാഹു വജ്ഹു, ആ പാട്ട് അലിയാർ തങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അലിയാർ പാടി എന്നായിരിക്കാം. ആവട്ടെ, എന്താ പാട്ട്? ദലീലുക അന്നൽ ഫഖറ ഖൈറും മിനൽ ഗിനാ വഅന്നാ ഖലീലൽ മാലി ഖൈറും മിനൽ മസ്റാ. ദലീലുക, നിന്റെ ലക്ഷ്യം, അന്നൽ ഫഖറ ഖൈറും മിനൽ ഗിനാ, സമ്പത്തുള്ളവരെക്കാളും സമ്പത്തിനേക്കാളും ഉന്നതൻ സാധുവാണ്. വഅന്നാ ഖലീലൽ മാലി ഖൈറും മിനൽ മസ്റാ, ഒരുപാട് സമ്പത്തുണ്ടാകുക, ആ സമ്പത്തിനേക്കാൾ ഗുണകരം കുറച്ച് സമ്പത്ത് മതി. ഹലാലായ മാർഗത്തിലൂടെ ജീവൻ നിൽക്കാനും ആഖിറം നേടാനും പറ്റുന്ന രീതിയിലുള്ള കുറഞ്ഞ സമ്പത്ത്, അതാണ് നല്ലത്. സമ്പത്തിനേക്കാൾ നല്ല സാധുത്വവുമാണ്. لقاؤك عبدا نسى الله بالغنى ولم تلق عبدا قد عسى الله بالفقر. لقاؤك عبدا, നീ ഒരു അടിമയെ കാണുക. എങ്ങനത്തെ അടിമ? അസല്ലാഹ ബിൽ ഗിന, അയാൾ ധനാഢ്യനാണ്, സമ്പത്തുണ്ട്, അയാൾക്ക് മുതലാളിയാണ്. ആ രീതി കൊണ്ട് തന്നെ അയാൾ അള്ളാഹുവിനെ എതിര് ചെയ്തു. അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല, അനുസരിച്ചില്ല, അഹങ്കാരിയും ധിക്കാരിയുമായ ആൾ ജീവിച്ചു. അങ്ങനെയുള്ള അടിമയെ നിനക്ക് കാണാൻ കഴിയും. വലം തൽഖ അബ്ദൻ, ഒരടിമ നീ കണ്ടിട്ടില്ല. എങ്ങനത്തെ അടിമ? ഖദ് അസല്ലാ, ആ അടിമ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുന്നു. ബിൽ ഫഖരി, സാധുവായി എന്നതുകൊണ്ട് ആ അടിമ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യുന്നില്ല. സാധുവായി കൊണ്ട് തന്നെ അള്ളാഹു തആലാന്റെ ദീനിനെ സ്നേഹിക്കുന്നു, നബിയെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, ദീനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ഇങ്ങനെ കാണാൻ കഴിയൂ. തെറ്റ് ചെയ്യുന്നതായിട്ട് സാധുവായ ഒരു അടിമയെ താങ്കൾ കണ്ടിട്ടില്ല. താങ്കൾ കാണുന്നത് സമ്പത്തുള്ളതായവരാണ്, അയാൾ അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും. ഈ പാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സമ്പത്തുള്ളത് കൊണ്ട് എന്നായി. പിന്നെ ബിൽ ഫഖരി എന്നുള്ളത് വലിൽ ഫഖീരി എന്നും കാണാം. അപ്പൊ ലിഖാഉക അബ്ദൻ അസല്ലാഹ ലിൽ ഗിനാ വലം തൽക അബ്ദൻ ഖദ് അസല്ലാഹ ലിൽ ഫഖരി ലില്ലി, അങ്ങനെ കൊടുക്കാം. അങ്ങനെ 7 ഹദീസും കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് വന്ന പദ്യവും കഴിഞ്ഞു. അൽ ഹദീദു സാമിനു, ഇനി 8ാമത്തെ ഹദീസ്. റുബീന ഫി സ്വഹീഹൈനി ഐദൻ, വീണ്ടും പറയട്ടെ, സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം റളിയല്ലാഹു അൻഹുമ, ഈ 2 മഹാരഥന്മാരുടെ സ്വഹീഹിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൻ അബി മൂസൽ അസ്അരി റളിയല്ലാഹു തആല, അബൂ മൂസ തങ്ങളെ തൊട്ട്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം നബി തങ്ങൾ പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഇന്നമാ മസറുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ കഹാമിൽ മിസ്കി വനാബിഹിൽ കീരി. ഇതാരബി തങ്ങൾ ഉദാഹരിച്ച് പറയുകയാണ്, വിശദീകരിക്കുന്നുമുണ്ട്. ഇന്നമാ മസറുൽ ജലീസി, ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം. എങ്ങനത്തെ കൂട്ടുകാർ? അസ്വാലി, നല്ലവനായ, ദീനീ ചിട്ടയിലൂടെ സ്വാലിഹായി ജീവിക്കുന്ന ഒരു കൂട്ടുകാരന്റെ ഉപമ. വൽ ജലീസി സൂഇ, ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഏതുപോലെ ചോദിച്ചാൽ ഹാമിൽ മിസ്കി, ഒരു കസ്തൂരി സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്നവനെ പോലെ മാത്രമാണ്. അപ്പൊ നല്ലവൻ, കസ്തൂരി തന്നെ നല്ല സുഗന്ധമാണ്, അത് നല്ല വാസനയിലേക്ക് കിട്ടുള്ളൂ.
അപ്പൊ അത് ചുമന്നു കൊണ്ടുപോകുന്നവരെ പോലെയാണ് നല്ലൊരു കൂട്ടുകാരൻ. മോശക്കാരനായ കൂട്ടുകാരൻ വനാഫിൽ ഖീർ, ഓലോക്ക് ഊതുന്നവനെ പോലെയാണ്. ഓലോക്ക് എന്ന് പറഞ്ഞാൽ പെരുങ്കൊല്ലന്റെ ആലയിൽ തീയിലിട്ടിങ്ങനെ ഊതും. ആ തീ കത്തി 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 ഇങ്ങനെ വരും, ആയുധം ചൂടാക്കി കത്തിക്കാൻ. അങ്ങനെ ഓലോക്കുകാരൻ എന്ന് പറയും. ഇപ്പൊ അത് യന്ത്രത്തിലായി മാത്രം, നല്ല ഭാഷ പോലെ ഓലോക്കുകാരൻ അവരെ പോലെയാണ്. അപ്പൊ കീടങ്ങളൊക്കെ ഉണ്ടാക്കി നാശാക്കി കളയുന്ന, ഇരുമ്പിനെ ശുദ്ധീകരിക്കുന്ന ഒരാളാണ് നാഫിൽ ഖീർ. അവിടെ നല്ല വാസന കിട്ടൂല. അതുപോലെയാണ് ചീത്ത കൂട്ടുകെട്ടുകാരൻ. ഇനി അത് എങ്ങനെയൊക്കെയെന്ന് റസൂലിനെ തന്നെ വിശദീകരിക്കണം. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. നബി തങ്ങൾ ആദ്യം സ്വാലിയായ കൂട്ടുകാരൻ ഒഴിച്ചു തന്നത് ആമിൽ മിസ്കി എന്ന് പറഞ്ഞോട് വെച്ചു. പിന്നെ ജലീഹി സൂഇനെ പറ്റി നാഫിർ ഖീറെന്നും പറഞ്ഞു. രണ്ട് ഉദാഹരണം രണ്ടാളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു അവ്യക്തതയിൽ കിടക്കുന്നുണ്ടാവും. ആ അവ്യക്തത ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി റസൂൽ തന്നെ വിശദീകരിക്കട്ടെ. ഇപ്പൊ ഹാമിൽ മിസ്കി ഒരു കസ്തൂരിയക്കാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം എന്താ? ഇപ്പൊ ഹാമിൽ മിസ്കി, അപ്പോൾ മിസ്കി എന്ന് പറയുന്ന സുഗന്ധം വഹിച്ചു പോകുന്നവൻ ഇമ്മ ഐഹുദിയക്ക, ഒരു പക്ഷെ നിനക്കത് തന്നേക്കാം, അതിൽ നിന്ന് വല്ല തന്നേക്കാം. അല്ലെങ്കിൽ ഇമ്മ അന്തബുത്താകമിന്നു, അയാൾ ഇതിന് പൈസ കൊടുത്ത് വാങ്ങിയേക്കാം. രണ്ടിലൊന്നും ഉണ്ടാകും. അപ്പൊ അയാൾ നേരിട്ട് തരികയോ അയാൾ വാങ്ങുകയോ ചെയ്യും. ഇമ്മ അന്തജിത മിന്നു, ഒരു പക്ഷേ അതില്ലെങ്കിൽ നീ അദ്ദേഹം എത്തിക്കും. റീഹം ത്വയ്യിബത്തും, നല്ലൊരു വാസന. എന്തായാലും നല്ലൊരു വാസന, സുഗന്ധം, എന്തോ ഒരു വാസന ഉണ്ടാവും. കസ്തൂരി സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്ന സെന്റ് കച്ചവടക്കാരൊക്കെ. അപ്പൊ സുഗന്ധ വിൽപ്പനക്കാരൻ്റെ അടുത്ത് എന്താ കിട്ടുക? നല്ല വാസനയിലുണ്ടാകുക. ഓന്റെ കൂടെ ചാരിയ നല്ല വാസന കിട്ടും. എന്നതുപോലെ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കൂട്ടുകെട്ട് നല്ലതേ കിട്ടുള്ളൂ. ഇനി മറ്റവൻ ആര്? നാഫിൽ ഖീർ. എന്താ നാഫിൽ ഖീറിന് കിട്ടുക? നാഫിൽ ഖീർ, നാഫിൽ ഖീറില് ഇമ്മ ഐ യുഹരിക്ക സിയാബക്ക, ഒരു പക്ഷേ അദ്ദേഹം നിന്റെ വസ്ത്രം കരിച്ചു കളയലായിരിക്കും. ഇമ്മ അൻ ദജിത മിന്നുരീഹം മുന്തിനത്തൻ, ഒരു പക്ഷേ അയാൾ ഇവർക്ക് കിട്ടാൻ പോകുന്ന ദുർഗന്ധ വാസനയായിരിക്കാം. നല്ലൊരു വാസന കിട്ടൂലല്ലോ എന്നോ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചീത്ത കൂട്ടുകാട്ടിന്റെ ഉപമ നാഫിൽ ഖീറായി. നാഫിൽ ഖീറിന് കിട്ടാൻ പോകുന്നത് നാഫിൽ ഖീർ, അയാളിന് കിട്ടാൻ വസ്ത്രം കരിച്ചു കളയലോ. കാരണം തീയാണല്ലോ. അതിനടുത്തേക്ക് ചെന്ന ആളിങ്ങനെ ഓതുമ്പോ തീ ആളി കത്തുമ്പോൾ വസ്ത്രം കരിഞ്ഞു പോകും. അപ്പൊ അവർക്ക് സുഖം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന വാസന കിട്ടും. ഇത് രണ്ടും ഇഷ്ടമല്ലോ. അതുപോലെയാണ് മോശക്കാരനായ കൂട്ടുകാർ. മനസ്സിലാക്കുക, അതുപോലെ ഒഴിവാക്കുക. സ്വാലിഹിനെ പറ്റി പറഞ്ഞു ചെയ്തു. ഇനി നമുക്കിവിടെ ഹദീസില് യുഹദീക്കാന്നൊരു പദം റസൂൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ യുഹദീക്ക് വേറെ അർത്ഥവും വരാം. പക്ഷെ ഇവിടുത്തെ യുഹദീക്കന്റെ അർത്ഥം അതല്ല. അതുകൊണ്ടാണ് യാഫി മാന്തനെ പറ്റി പറയുന്നത് പൗലുഹു യുഹദീക്ക, റസൂലുള്ളാഹിനെ യുഹദീക്ക എന്നല്ല വാക്ക് യുഹദീക്ക, നിനക്ക് അയാൾ തന്നേക്കാം. അപ്പൊ എഴുത്താന്റെ അർത്ഥത്തിലുള്ളതാണ് ഇവിടുത്തെ യുഹദി എന്ന് പറയുന്ന പദം. ഇനി അതിനെപ്പറ്റി പാട്ടുണ്ട്. ഓരോ ഹദീസ് പറയുമ്പോൾ അതിനനുസരിച്ച് പാട്ടുണ്ടല്ലോ. അപ്പൊ അൻഷത പാലും ഇത് സംബന്ധിച്ചുകൊണ്ട് ചില ആൾക്കാർ പാടിയിട്ടുണ്ട്. എന്താ പാടിയത്? തജന്നബ് ഖരീന സൂഇ വസിരിം ഹിബാലഹു വഇൻ ലം തജിദ് അൻഹു മഹീസൻ ഫദാറുഹു. തജന്നബ്, നീ ദൂരീകരിച്ചള, ഒഴിവാക്കിക്കള. ഖരീന സൂഇ, ചീത്ത കൂട്ടുകാരനെ, മോശമായ കൂട്ടുകാരനെ. വസിരിം ഹിബാലഹു, അത് വസിരിം ഹുബ്ബല്ലഹു നേക്കാരം. വസിരിം ഹുബ്ബല്ലഹു, അവനോടുള്ള പ്രേമത്തെ നീ മുറിച്ചു കളഞ്ഞള, ഇഷ്ടത്തെ മുറിച്ചു കളഞ്ഞള. അല്ലെങ്കിൽ വസിരും ഹിബാല, അദ്ദേഹത്തിനോട് പ്രേമത്തിന്റെ കയർബന്ധമുണ്ടെങ്കിൽ അത് മുറിച്ചു കളഞ്ഞള. ഫഇല്ലം തജിദ് അൻഹു മഹീസൻ, അയാളെ തൊട്ട് നിനക്ക് ഒഴിവാവാൻ പറ്റാത്ത വിധം, അയാളെ തൊട്ട് ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന കേന്ദ്രം നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്നാ പിന്നെ ഫദാറു, അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, അതാണ് നല്ലത്. ചീത്ത കൂട്ടുകെട്ട് ഒഴിവാക്കണം. ആ ബന്ധം തന്നെ ഇല്ലാതാക്കണം. ആ ബന്ധം ഇല്ലാതാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ, ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് കണ്ടാൽ വീട്ടിൽ തന്നെ കുത്തുന്ന, പുറത്തേക്ക് വരണ്ട. എങ്ങനെയായാലും വേണ്ടില്ല, നീ അവരെ ഒഴിവാക്കിക്കോ എന്നാണ്. വഹ്ബിബ് ഹബീബ സിദ്ഖി വതുർക്ക് മിറാഅഹു തനൽ മിന്നു സഹുവൽ വുദ്ദി മാലം തുമാരി.
വഹബിബ് വഹബിബ് അഹബിബ് അഹബിബ് ഹബ്ബ യഹിബ് വഹബിബ്. അപ്പൊ വഹബിബ് നീ ഇഷ്ടപ്പെട്ടോ, ഹബീബ് സിദ്ഖി യഥാർത്ഥ സത്യക്കാരനായ കൂട്ടുകാരൻ ഇഷ്ടക്കാരനെ നീ ഇഷ്ടപ്പെട്ടോ. വതുർക്ക് മിറാഹു അവനോടുള്ള ആ മിറാ തർക്കം പാർലൊക്കെ നീ ഒഴിവാക്കിക്കണം, തർക്കിക്കാൻ നിൽക്കണ്ട. തനൽ മിൻഹു എന്നാൽ നീ അവനക്ക് കിട്ടും സഹുവൽ വൃത്തി നല്ലൊരു സ്നേഹം, മനസ്സരിഞ്ഞ് എപ്പോഴും സ്നേഹിക്കാൻ പറ്റും തെളിഞ്ഞ സ്നേഹത്തിന് കിട്ടും. അത് കിട്ടണമെങ്കിൽ അയാൾ തർക്കം ഒഴിവാക്കണം, നല്ല നിലക്ക് ഉള്ള ആൾക്കാരെ കൂട്ടുകൾ ഇഷ്ടപ്പെടുമാണ്. മാനം തുമാരി നീ അയാളോട് തർക്കിക്കാത്ത കാലത്തോളം നല്ലൊരു സ്നേഹം നിനക്ക് അയാൾ കിട്ടും. അപ്പൊ തർക്കിക്കരുത്. കൂട്ടുകാർ തർക്കിക്കുന്ന ഇഷ്ടമല്ലല്ലോ, കച്ചവടമില്ല, ശരിയല്ല. വലില്ലാഹി ഫീ അർളിസ് സമാവാതി ജന്നത്തുൻ വലാകിന്നഹാ മഹ്ഫൂഫത്തുൻ ബിൽ മകാരിഹി. വലില്ലാഹി അല്ലാഹു തആല കൊണ്ട് ഫീ അർളിസ് സമാവാതി ആകാശത്തിന്റെ വീതിയിൽ, ഒരു ഉദാഹരണം അറിയാതെ മാത്രം അതിന്റെ അപ്പുറത്താണ് ജന്നത്തുൻ സ്വർഗമുണ്ട്. വലാകിന്നഹാ അത്രയും വിശാലതയുള്ള സ്വർഗം, പക്ഷേ മഹ്ഫൂഫത്തുൻ ബിൽ മകാരിഹി നല്ല ഗുണങ്ങളായ കാര്യം എന്തൊക്കെയുണ്ടോ ആ ഗുണമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ നല്ലവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ നല്ല കൂട്ടുകെട്ടുണ്ടാക്കിക്കോ, നല്ലവരുമായി ജീവിച്ചോ, നല്ലവരെ സ്നേഹിച്ചോ, എന്നാ നിനക്ക് സ്വർഗത്തിൽ പോകാം എന്നതർത്ഥം. അങ്ങനെ 8 ഹദീസും കഴിഞ്ഞു. ഇനി 9ാമത്തെ ഹദീസ്, അൽ ഹദീസു താസിഉ 9ാമത്തെ ഹദീസ്. റുവീനാ ഫീ കിതാബി തുർമിദി അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം തുർമിദിയുടെ കിതാബിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഖാല മുആദ് തങ്ങൾ പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നബി തങ്ങൾ പറയുന്നു, ഖാലല്ലാഹു അസ്സ വജല്ല അല്ലാഹു തആല പറഞ്ഞു. എന്തേ അല്ലാഹു തആല ഖുദ്സിയായ ഹദീസാണ്. അൽ മുതഹബ്ബൂന ഫീ ജലാലി ലഹും മനാബിറു മിൻ നൂരിൻ യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാഉ എന്ന നല്ലൊരു കൂട്ടുകാരും ചങ്ങാതിമാരുമായി സ്നേഹത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്കുള്ള പ്രോത്സാഹനമാണ്. അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്ഥാനം അതിനുണ്ട്. അൽ മുതഹബ്ബൂന ഫീ ജലാലി എന്റെ ജലാലിലായി എന്റെ കാര്യത്തിലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വെച്ചവർ, ലഹും അവർക്കുണ്ട് മനാബിറു മിംബറങ്ങൾ പീഠങ്ങളുണ്ട്. എവിടെ മിന്നൂരി പ്രഭയാലുള്ള നല്ല പീഠങ്ങൾ, അവിടെ ചെല്ലുമ്പോ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുള്ള പീഠമാണ് അവർക്ക് കൊടുക്കുക. യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാഉ ഇവരെ ആ പീഠത്തിന്റെ മുകളിൽ കാണുമ്പോൾ പ്രവാചകന്മാരായ സുഹദാക്കളായ ആൾക്കാരൊക്കെ അത് കിട്ടിയാൽ തിരക്കണമെന്ന് അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്ന അത്രത്തോളം ഉയർന്ന പദവിയിലാണ് പ്രവാചകരും സുഹദാക്കളുമല്ലാത്ത ഇഷ്ടക്കാരായി ജീവിച്ച അള്ളാന്റെ മാർഗം ജീവിച്ച ആളുകൾ. അത്രയും സ്ഥാനം അവർക്ക് അവിടെ ഉണ്ട്. എന്നിട്ട് ഈ ഹദീസിനെ പറ്റി പറയുന്നു ഖാല തുർമിദിയു, ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദീസുൻ ഹസനുൻ സഹീഹുൻ, ഈ ഹദീസ് തള്ളേണ്ടതല്ല, നല്ല ഹദീസാണ്. ഹസന്റെ പദവിയുമുണ്ട്, സ്വഹീഹിന്റെ പദവിയും ഈ ഹദീസിനുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന് പറയുന്ന കിതാബിൽ കാണാം, ബി ഇസ്നാദിഹി സ്വഹീഹി മൂപ്പരുടെ സ്വഹീഹായ ഇസ്നാദ് പ്രകാരം യഖൂലുല്ലാഹു തബാറക വതആല അല്ലാഹു തആല പറയുന്നുണ്ട്, എന്ത് വജബത്തു മഹബ്ബത്തിൽ മുതഹാബ്ബീന ഫിയ്യ എന്നിലായി ഇഷ്ടം വെച്ച് സ്നേഹിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ അത്തരം ആളുകൾക്ക് എന്റെ മഹബ്ബത്ത് സ്ഥിരമായി. വജബ എന്നുള്ള പദമാണ് ഇട്ടത്. നിർബന്ധം എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ഹഖൊന്നുമില്ല. ആ വജബന്റെ നിർബന്ധം എന്ന് പറയുന്ന രീതിയിലുള്ള സംഗതിയായതുകൊണ്ട് അള്ളാഹ്ക്ക് അതിന് നിർബന്ധമുള്ളതൊന്നുമല്ല. എന്നിരുന്നാലും സ്ഥിരമായി അത് അനിവാര്യമായി നിൽക്കുന്നു, അല്ല ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. വൽ മുതജാലിസീന ഫിയ്യ എന്നിലായിട്ട് ഇരുന്നവരുണ്ട്, ദിക്റും സലാത്തും കാലൊക്കെ പറഞ്ഞു, അത്തരം ആളുകൾക്കും എന്റെ മഹബ്ബത്ത് സ്ഥിരമായിരിക്കുന്നു. വൽ മുതസാവിരീന ഫിയ്യ എന്നിലായി ഒരുപാട് ആളുകളെ സന്ദർശിച്ചിട്ടുണ്ട്, രോഗികളെ സന്ദർശിക്കുക, ഹാലികളുമായി സന്ദർശിക്കുക, ഇങ്ങനെയുള്ള സന്ദർശകരുണ്ട്, അവർക്കും എന്റെ സ്നേഹം സ്ഥിരമായി. വൽ മുതബാദിരീന ഫിയ്യ എന്നിലായി ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒക്കെ എന്നിലായിരിക്കണം, എന്റെ വജിഹിലായിരിക്കണം. ഇങ്ങനെ
ധർമ്മങ്ങളും സിയാറത്തുകളും മുജാലസാത്തും തഹാബൊക്കെ നടത്തിയ എല്ലാവർക്കും എന്റെ മഹബത്ത് അനിവാര്യമായിരിക്കുന്നു, ഉണ്ടെന്നുറപ്പാണ്. അപ്പൊ 9 ഹദീസുമായി തട്ടിച്ച് 2 ഹദീസ് കൊണ്ടുവന്നു. 2 വിഷയം നല്ല ഗൗരവത്തിലുണ്ടല്ലോ. അപ്പൊ അൻഷതമാണോ? അങ്ങനെ ചില ആൾക്കാര് ഈ ഇഅ്ബാബ് സിയാറത്തുൽ ഇഖ്വാൻ, സഹോദരന്മാരുടെ ആ സന്ദർശനത്തെ പറ്റി പറയുന്നതിലും ഒക്കെ ഇല്ലെത്തിക അത് കുറയുന്നതിലും ഒക്കെ ചിലർക്ക് പാട്ട് പാടിയിട്ടുണ്ട്. സന്ദർശിക്കപ്പെടുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സന്ദർശകർ എന്ന് വേണം മര്യാദ പാലിക്കണം, ഒരു മിതത്വം പാലിക്കും. അതിലൊക്കെ പറയുന്ന ഹദീസ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. എന്താണ് ആ പാട്ട്? ഇദാ ശിഅ്ത അൻ തുഖ്ലാ ഫസുർ മുതവാദിറാ വഇൻ ശിഅ്ത അൻ തസ്ദാദ ഹുബ്ബൻ ഫസുർ ഗിബ്ബാ. ഇദാ ശിഅ്ത അൻ തുഖ്ലാ, നിന്നോട് ദേഷ്യമുണ്ടാവണം, നിന്നോട് വെറുപ്പുണ്ടാവണം, അതാണോ നിന്റെ ഉദ്ദേശമെങ്കിൽ ഫസുർ മുതവാത്തിറ, നീ തുടരെ സന്ദർശിച്ചോ, നിൽക്കാതെ പോയി സന്ദർശിച്ചോ. എന്നാ അവസാനം ഒരു ദേഷ്യം ഉണ്ടാകാം. ആ സന്ദർശനം ഗുണമല്ല. എപ്പോഴും ചെല്ലുമ്പോ ദേഷ്യം തോന്നും. നീ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? സ്നേഹം കൂടി വരണമെന്നാണോ നിന്റെ ഇഷ്ടമെങ്കിൽ ഒന്നരാടം സന്ദർശിച്ചോ. അപ്പൊ എപ്പോഴും സന്ദർശിച്ചാൽ എന്ത് കിട്ടൂല? സ്നേഹം കൂടി വരില്ല. ഇടയ്ക്കെല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം കൂടുള്ളൂ. എപ്പോഴും ആയാൽ വെറുപ്പ് വരും. يقولون لا تملل زيارة صاحبي وإنك إن ملته كره القرباء. يقولون, അവർ പറയുന്നുണ്ട് പണ്ഡിതന്മാരെ, ലാ തുംലിൽ സിയാറത്ത സാഹിബിൻ, ഒരു സന്ദർശകൻ, ഒരു കൂട്ടുകാരൻ അയാളെ സന്ദർശിക്കലിനെ നീ മടി കാണിക്കരുത്. അദ്ദേഹത്തെ മടിപ്പിക്കുന്നതർത്ഥം, നീ എങ്ങാനും ആ സന്ദർശിക്കാൻ പോകുന്ന വ്യക്തിയെ മടിപ്പിച്ചാൽ കരികൽ കുറബ, അടുപ്പം അയാൾ വെറുക്കുന്ന. അപ്പൊ നീ സന്ദർശിക്കുമ്പോൾ കൂട്ടുകാരന്റെ സന്ദർശനം അല്ലാതെ മടിപ്പിക്കരുത്, അയാൾക്ക് മടുപ്പുണ്ടാക്കരുത്. എപ്പോൾ വന്നുകൊണ്ട് ദത്തഭരിതനെ പണ്ടൊക്കെ പോയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. അങ്ങനെ വന്നാൽ അടുക്കാൻ തോന്നുന്ന വെറുപ്പേ തോന്നുള്ളൂ എന്നർത്ഥം. അൻഷതഭാഗം ചില ആൾക്കാർ പാടി, യഖില്ലു ഇഖാഇ ഇൻദ മൻ സുർതു ബൈതഹു കസീറൻ വലാകിന്നി യഖില്ലു വയക്സുറു. യഖില്ലു ഇഖാഇ, എന്റെ ചങ്ങായിത്തം കുറഞ്ഞു പോകും, ഇൻദ മൻ, ഒരുത്തന്റെ അടുക്കൽ. അങ്ങനത്തെ ഒരുത്തൻ സുർതു, ഞാൻ സന്ദർശിച്ചു, ബൈത്തു, അവന്റെ വീട്. കസീർ, എപ്പോഴും അധികവും അവന്റെ വീട് സന്ദർശിച്ചു. അങ്ങനെ അധിക സമയത്തും ഞാൻ അവനെ എപ്പോഴും സന്ദർശിച്ചപ്പോ ഓനെടുക്കൽ എന്റെ സഹോദരത്വം കുറഞ്ഞു. എങ്കിലും ഞാൻ കുറക്കുന്നു. അങ്ങനെ കുറച്ചപ്പോ എന്തായി? സഹോദരത്വം കൂടി വരികയും ചെയ്തു. അപ്പൊ എപ്പോഴും ഇങ്ങനെ സന്ദർശിച്ച് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ ചങ്ങാത്തം കൂടൂല, കുറയുള്ളൂ. അപ്പൊ കൂടുന്ന കാര്യം എടുക്കണം, അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചാൽ മതി. وإن زرت من لا يستحي أن نزوره كثيرا وما لومي له حين يضجر. وإن زرت, ഞാൻ സന്ദർശിക്കുകയാണെങ്കിൽ മൻ, ഒരുത്തനെ, അങ്ങനത്തെ ഒരുത്തൻ ലാ യസ്തഹി അൻ നസൂറഹു, ഞാൻ അവനെ സന്ദർശിക്കണമെന്ന ആശ അവനില്ല. അപ്പൊ എന്റെ സന്ദർശനം അവന് ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിക്ക് ഞാൻ അയാൾ സന്ദർശിച്ചാൽ അധികവും ഞാനവൻ സന്ദർശിക്കലവൻ ഇഷ്ടമല്ല, കുറച്ചൊക്കെ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ തടയുമ്പോ അല്ലെങ്കിൽ ദേഷ്യം വെക്കുന്ന സമയത്ത്, അവൻ ബലങ്ങുന്ന സമയത്തൊക്കെ ഞാൻ അവനെ കുറ്റപ്പെടുത്താൻ ആക്ഷേപിക്കാം. അതിലർത്ഥമില്ല, അനാവശ്യമല്ലാന്ന്. കാരണം എപ്പോഴും പോയി സന്ദർശിച്ചവനെ ശല്യം ചെയ്തു, ആ ശല്യം ചെയ്തുകൊണ്ട് ഒരു വെറുത്തു. അപ്പൊ പിന്നെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അൻഷദ ആഖറു, വേറൊരാൾ പാടിയത്, അലൈക ബിഇഖ്ലാലി സിയാറതി ഇന്നഹാ തകൂനു ഇദാ ദാമത് ഇൽ ഹജ്രി മസ്ലക. അലൈക, നിന്റെ മേൽ നിർബന്ധ, ബിഇഖ്ലാലി സിയാറത്തി, സന്ദർശനം കുറക്കുക എന്നുള്ളത്.
കാരണം എന്താ, ഇന്നക നിശ്ചയമായിട്ടും ആ സിയാറത്ത് തെക്കൂനും ആ സിയാറത്താകും. ഇതാ ദാമത്ത് ഇടൽ ഹജിരി മസിലക്ക, ആ സിയാറത്ത് സഹോദരത്വം വെടിഞ്ഞ് പിണക്കത്തിലേക്ക് എത്തിക്കും. അങ്ങനെ പിണക്കത്തിലേക്കുള്ളൊരു പ്രവേശന വഴിയായി അത് മാറിയാൽ അവിടെ നല്ലത് കുറക്കലാണ്, ആവശ്യത്തിനൊക്കെ മതി എന്നർത്ഥം. നോക്കൂ, ഇനി നിശ്ചയമായിട്ടും ഞാൻ ആയിത്തു, ഞാൻ അറിഞ്ഞു വരെ കണ്ടു എന്ന് വൈസ സഹായം. ഇസ്തമുദായ്മ, ആ ഒരു സഹായം ഇസ്തമു അത് മോശമാക്കപ്പെടുമല്ലോ ദായ്മനെന്നും. ഇനി മഴ ആയാലും വേണ്ടില്ല, പോലെ മഴ ആയാലും വേണ്ടില്ല, മഴ അത് കൂട്ടിക്കോളും. ആ മഴ എപ്പോഴും ഉണ്ടാകുമ്പോ മനുഷ്യനെല്ലാവർക്കും വെറുപ്പല്ലേ. അപ്പൊ ദായമായിട്ട് മഴയാണെങ്കിൽ വെറുക്കപ്പെടുമല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മഴയെ പിടിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മഴ തരണമെന്ന് ചോദിക്കപ്പെടുമല്ലോ. എന്താ അതിന്റെ അർത്ഥം? മഴ അനുഗ്രഹമാണ്. അനുഗ്രഹമായിരിക്കുന്ന മഴ എപ്പോഴും പെയ്താൽ വെറുപ്പാണ്. എപ്പോഴെങ്കിലും അല്പം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുണകരം എന്ന് പറഞ്ഞതുപോലെ സിയാറത്ത് നല്ലതാണ്, എപ്പോഴും ആവരുത്, അധികപ്പറ്റാവരുത്, വെറുപ്പിലേക്ക് എത്തിക്കരുത്, ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകണം. സ്നേഹത്തിന്റെ വഴികളൊക്കെ അങ്ങനെ തന്നെ. കുറെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം കൂടുതൽ, വെറുപ്പേ ഉണ്ടാകുള്ളൂ. വെറുപ്പിനിട വരുത്താത്ത വിധം സന്ദർശനം വേണം, ഇഷ്ടം വേണം, ചങ്ങാത്തം നിലനിൽക്കണം. ചില ആൾക്കാരായിട്ട് സ്നേഹിക്കാൻ മെനക്കെട്ടാലേ അവസാനം ബാധിലടക്കേണ്ടി വരും, അവർക്ക് എത്തും, കാണുന്നിടത്തോളം മണ്ടിപ്പോവും. ആ രീതി വരരുത്, നല്ല നിരക്കായിരിക്കണം.